സിനിമ ബോക്സ് ഓഫീസ് വിജയം കൊയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും അത് നായക നടന്റെ വിജയം മാത്രമായി ആഘോഷിക്കപ്പെടുന്നത്? നായക കഥാപാത്രത്തെ അല്ലെങ്കിൽ സുപ്രധാനമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടിക്ക് ആ വിജയത്തിലുള്ള പങ്ക് എന്തുകൊണ്ട് കാണാതെ പോകുന്നു? തിരുവനന്തപുരത്ത് നടന്നുവരുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു ഓപ്പൺ ഫോറമിലാണ് ഈ സുപ്രധാന വിഷയം ചർച്ച ചെയ്തത്. ഇന്ത്യൻ സിനിമയിലെ പുരുഷാധിപത്യം, അധികാരം, ലിംഗം, രാഷ്ട്രീയം എന്ന വിഷയത്തിനു കീഴിൽ സിനിമയിലെ ലിംഗവിവേചനം എങ്ങനെ ചലച്ചിത്ര വിജയങ്ങളെ സ്വാധീനിക്കുന്നു എന്ന ചർച്ച ശ്രദ്ധേയമായി. സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾ വിജയിക്കുമ്പോൾ അതിന്റെ നേട്ടം കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി വിലയിരുത്തപ്പെടുമ്പോൾ, പുരുഷ കേന്ദ്രീകൃത സിനിമകളുടെ വിജയം നായകന്റെ മാത്രം വ്യക്തിഗത വിജയമായി സാധാരണവൽക്കരിക്കപ്പെടുന്നു. ശ്രേയ ശ്രീകുമാർ മോഡറേറ്റ് ചെയ്ത ഫോറത്തിൽ ചലച്ചിത്ര നിരൂപകൻ GP രാമചന്ദ്രൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ഗവേഷക ഡോക്ടർ രേഖാരാജ്, സംവിധായിക മിനി IG, ചലച്ചിത്ര നിരൂപക ഡോക്ടർ അനു പാപ്പച്ചൻ എന്നിവർ പങ്കെടുത്തു. കലാരംഗങ്ങളിലും സൃഷ്ടിപരമായ ഇടങ്ങളിലുമുള്ള സ്ത്രീകളുടെ നേതൃത്വവും സൃഷ്ടിപരമായ നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ പഠിക്കേണ്ടതിന്റെ ആവശ്യകത സംവിധായക മിനി IG മുന്നോട്ട് വെച്ചു. നിലവിലെ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണെന്നും ചില കൂട്ടായ്മകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമ തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും ഈ രംഗത്തെ ശക്തമായി സ്വാധീനിക്കുന്നുവെന്നും ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിനെ പരാമർശിച്ച ഭാഗ്യലക്ഷ്മി, സംഭവത്തിന്റെ തുടക്കത്തിൽ അതിജീവിതയായ നടിക്ക് സിനിമാ വ്യവസായത്തിനുള്ളിൽ നിന്ന് യാതൊരു പിന്തുണയും ലഭിച്ചിരുന്നില്ലെന്നും അവൾ ഒറ്റയ്ക്കാണ് അതിനെതിരെ പോരാടേണ്ടി വന്നതെന്നും ചൂണ്ടിക്കാട്ടി. ഇത് സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന ഒറ്റപ്പെടലിനെ കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നും അവർ പറഞ്ഞു. പുരുഷ താരങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ആഘോഷവും അംഗീകാരവും സ്ത്രീ അഭിനേതാക്കൾക്ക് ലഭിക്കുന്നില്ലെന്നതും ചർച്ചയായി. ജനപ്രിയ നായകൻ പോലുള്ള വിശേഷണങ്ങൾ കൂടുതലായും പുരുഷ അഭിനേതാക്കൾക്ക് മാത്രമായി ഉപയോഗിക്കപ്പെടുന്നതായും ചൂണ്ടിക്കാട്ടി. പുരുഷ സ്ത്രീ വേതന വ്യത്യാസം സമൂഹത്തിലെ വ്യാപകമായ അസമത്വത്തിന്റെ പ്രതിഫലനമാണെന്ന് GP രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഈ വിഷയം പ്രാധാന്യത്തോടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യൻ സിനിമയുടെ മേലാളന്മാർ അത് ശ്രദ്ധിക്കുമെന്നും ആവശ്യമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുമെന്നും കരുതാം. മാറ്റം അനിവാര്യമായിരിക്കുന്നു. പുതിയ സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളുടെ പങ്ക് വലുതാണ്. മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.